ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചേച്ചിയമ്മ ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയല വാഴയിലയിൽ പൊള്ളിച്ചതാണ്. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അയല പൊള്ളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അയല വരഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, വിനീഗർ, ഓയിൽ, സവാള, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. അപ്പോൾ അയല നമ്മൾ വാഴയിലയിലാണ് പൊള്ളിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള വാഴയില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അയല മാരിനേറ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഇട്ടേക്കാം, ഒരൽപ്പം വിനീഗർ, കുറച്ച് ഓയിലും, അല്പം വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. അയല മാരിനേറ്റ് ചെയ്തത് നമുക്ക് അരമണിക്കൂർ ഇതിന്മേലെല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടി എടുത്തു വെക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. പാൻ വെച്ചിട്ടുണ്ട് ഞാൻ മീൻ വറുക്കാനായിട്ട്. അപ്പോൾ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊള്ളിക്കാനുള്ള മീൻ ഒത്തിരി മരിഞ്ഞു പോകണ്ട, ഒരു ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില എടുത്ത് വെക്കാം. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അയല ഞാൻ വേറെ ഇടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അയല പൊളിച്ചതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിന് ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇടാം, ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. സവാള, നാല് സവാളയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. സവാള, വെളുത്തുള്ളി, പച്ചമുളക് 12 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം,
അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള മുരിഞ്ഞ് വരട്ടെ. അയല മരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. സവാളയൊക്കെ നമുക്ക് വാടി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ചേർക്കാം. സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാല 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നാല് തക്കാളി ഞാൻ ഇതിനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മീനിൽ വെച്ച് നമുക്ക് പൊള്ളിക്കാം. അപ്പം നമ്മളുടെ മസാലകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് ഓഫാക്കി ഞാൻ മസാല ഇട്ട് ഞാൻ അയില പൊള്ളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ആദ്യം കുറച്ച് മസാല ഇട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി മസാല ഇടണം. അതിന് ശേഷം നമുക്കിത് പൊതിഞ്ഞാം. വട്ടത്തിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലൂടെ ഒരു കെട്ട് കെട്ടാം. അതിലൊക്കെ മസാല പുരട്ടി ഞാനിവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇതിപ്പോൾ എടുത്തെല്ലാം വെക്കുകയാണ്. പൊള്ളിക്കാൻ വെക്കുകയാണ്. ഒരു വലിയ ഫ്രൈ പാനിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 4 എണ്ണം വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ അയല പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ അയല പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. രുചികരമായ അയല പൊള്ളിച്ചത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മീനാണ് അയല. അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.